നീ അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമേ. ഒരുമിച്ച് പാടുക. അത്ഭുതമായി, അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം വിശുദ്ധിയിലെ ഉന്നതനായ ദൈവത്തോടാണ് ഞാനും നിങ്ങളും ഒരു ഉടമ്പടി ബന്ധത്തിലൂടെ നമ്മൾ ഇൻറ്റിമസിയിലേക്ക് വിളിക്കുന്നത്. ആധ്യാത്മിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളൊന്നാണ് കോൾ ടു ഇൻറ്റിമസി. ക്രിസ്തീയ ആധ്യാത്മിക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസാണ് കോൾ ടു ഇൻറ്റിമസി. അവൻ്റെ അദമ്യമായ സ്വകാര്യ സ്നേഹത്തിലേക്കുള്ള വിളി. പക്ഷേ അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഏറ്റവും ലളിതമായ ഒരു മാർഗം ഉടമ്പടിയാണ്. ഉടമ്പടിയിൽ നിങ്ങളെ ചില സമയത്ത് ഉടമ്പടിയെക്കുറിച്ച് വളരെ പെരിഫറലായിട്ടുള്ള ഐഡിയ ഉള്ളവരാണെങ്കിൽ, ഒരു ഈ തൊലിപ്പുറത്ത് ആശയങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ പറയും ഇതെന്തോ നിയോഗങ്ങൾ നമ്മൾ എഴുതിയിടുമ്പോൾ അതുപോലെ തന്നെ ദൈവം നമുക്ക് തരണ എന്തോ പരിപാടിയാണ് എന്ന് പറയും. അത് ABCD ആയിട്ടുള്ള ആൾക്കാർ ആ വിശ്വാസത്തിൽ ആ നിലവാരമുള്ളവർ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ മുഖം ഭയങ്കര ഹൃദ്യമാണ്. എന്നുവെച്ചാൽ നീയും നിൻ്റെ ദൈവവും തമ്മിൽ നേർക്ക് നേരെ ഒരുമിച്ച് ജീവിക്കാൻ ദൈവം തന്നെ വിഭാവന ചെയ്ത ഒരു ആധ്യാത്മിക ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരനുഗ്രഹം. നമുക്കുണ്ടാകുന്ന ഒരു ഗുണം ആൾക്കാർക്ക് ഇപ്പോൾ ശരവണൻ എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു അടിപൊളി സാക്ഷ്യമുണ്ട്, ഇന്നിട്ടിട്ടുണ്ട് ഞാനത്. ശരവണൻ്റെ സാക്ഷ്യം എന്ന് വെച്ചാൽ ശരവണൻ സാക്ഷ്യം തുടങ്ങുന്നത് തന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ തൊട്ട കേസാണ്. 14 വർഷമുള്ള കേസുണ്ട്, 9 വർഷമുള്ള കേസുണ്ട്, 3 വർഷമുള്ള കേസുണ്ട്. കേസ് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് പോകാൻ പറ്റണില്ല. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് കോടതി വരുമെന്ന്. അപ്പോൾ ശരവണൻ്റെയൊക്കെ നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ മനുഷ്യൻ എന്തുമാത്രം ഫെയ്ത്ത് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഈ ഫ്രഷ് ഹാൻഡ്സ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഫ്രഷ് ഹാൻഡ്സ് എന്ന് പറയുന്നത് ആരാണ്? പുതുതായിട്ട് വിശ്വാസത്തിൻ്റെ വഴികളിലേക്ക് വരുന്ന ആൾക്കാർ നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ ചെയ്യണത്. കാര്യം വെച്ചാൽ അവർ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ തേന് കുടിക്കണ പോലെ കുടിക്കും. മറ്റുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ച് അവരൊന്ന് വെയിറ്റ് ആൻഡ് സീ ആയിട്ട് നോക്കും. ഈ വെയിറ്റ് ആൻഡ് സീ വരട്ടെ നോക്കട്ടെ, ഇത് ഉടമ്പടിയിലെ അടയാളം കിട്ടുമോ എന്ന് നോക്കട്ടെ, ഇല്ലേ? അടയാളം കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറയത്തില്ലേ? ഇത് ഉടമ്പടിയുടെ ഒരു ഡേഞ്ചറായിട്ടുള്ള ഒരു അപ്രോച്ചാണ്, സമീപനമാണ്. നമ്മൾ ആദ്യം പറയും എന്താണ്, ഏതെങ്കിലും ഒരു അടയാളമെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ചില സമയത്ത് ചിലർക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു അപകടമാണ്. നിങ്ങൾ ആരോടാണ് ഈ അടയാളം ചോദിക്കണത്? ദൈവത്തോട് അല്ലേ? ദൈവം നിങ്ങളുടെ കുമ്പാരിയാണോ? ഞങ്ങളുടെ ആലപ്പുഴ ഭാഷയിൽ ഉള്ള ഒരു സംഭവമാണ് കുമ്പാരി, കൊച്ചി ഭാഷയിൽ. എന്ന് വെച്ചാൽ തലതൊട്ടപ്പനെ കുമ്പാരി എന്ന് വിളിക്കുന്നത്. കൊമ്പാദർ സഹ, കുമ്പെന്ന് വെച്ചാൽ കൊം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹ എന്നർത്ഥം. വെച്ചാൽ കൂടെയുള്ള ആൾ, കൂടെയുള്ള അപ്പൻ, പകരം അപ്പൻ, സബ്സ്റ്റിറ്റ്യൂട്ട്.
ആത്മീയ പിതാവ് എന്നൊക്കെ എൻ്റെ അർത്ഥം. പക്ഷേ ഇതുപോലെ ദൈവത്തിന് നമ്മൾ ഇങ്ങനെ വളരെ ഒരു സിമ്പിളായിട്ട് കാണുന്നവരാണ് ഈ ഒച്ചിനെപ്പോലെ ഇരിക്കുന്ന മനുഷ്യൻ. ഒരു കൃമികിടത്തിനേക്കാളും വിലയില്ലാത്തൊരു മനുഷ്യൻ ദൈവത്തിനോട് അടയാളം ചോദിക്കുന്നത് എന്ത് ബേസിലാണ്? താൻ ആരോ ആണെന്നുള്ള അഹങ്കാരത്തിൻ്റെ ബേസിലാണ്. അല്ല പിന്നെ ഇങ്ങനെ ദൈവത്തോട് അടയാളം ചോദിക്കണേ? ബുദ്ധിയും ബോധമുള്ളവൻ ദൈവത്തോട് അടയാളം ചോദിക്കുമോ? നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ അയൽവാസിയാണോ? പിന്നെ നമുക്കുള്ള ബന്ധമെന്ന് പറയണത്, നമുക്കൊരു ബന്ധമുണ്ടെന്ന് വെച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. അവൻ ക്രൂശിക്കപ്പെടാനും അവൻ്റെ മരണം നമുക്ക് വേണ്ടി മരിക്കുവാനും അവൻ തയ്യാറായപ്പോൾ അവൻ നമ്മളെ ആരുമായിട്ട് കാണുന്നു, വിലയുള്ളവനായിട്ട് കാണുന്നു. അപ്പോൾ ക്രിസ്തു അനുഭവിച്ച പീഡാസനങ്ങളുടെ ബേസ്മെൻറ്റിലാണ് നമ്മൾക്ക് ഒരു ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു നിലനിൽപ്പ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ആ നിലനിൽപ്പ് വീണ്ടും നമ്മൾ അടയാളം ചോദിച്ചുകൊണ്ട് ആ നിലനിൽപ്പിന് കളങ്കം ചാർത്തരുത്. എന്താ ഞാൻ പറയണതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഉടമ്പടി എടുക്കുന്നവർ ആദ്യം നിങ്ങളോട് ആ നിബന്ധനകൾ നിങ്ങൾ നിറവേറ്റണം മര്യാദയ്ക്ക്. അടയാളം പിന്നെ വരും. നമ്മൾ ദൈവത്തിന് അടയാളം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കണ പോലെ വരത്തില്ലേ? അവിടെ പ്രശ്നം വരും. അങ്ങനെ ചോദിക്കരുത്. ഞാൻ നിങ്ങളെ വഴക്കിടുകയൊന്നുമല്ല, നിങ്ങളെ ബുദ്ധിമോശം കാണിക്കരുതെന്ന് പറയുകയാണ്. അടയാളത്തിന് വല്ല അല്ലെ ദൈവം ഒരിക്കലും നിങ്ങളുടെ ഉടമ്പടി അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ അണക്കെട്ട് തുറന്നു വിട്ടിരിക്കണ പോലുള്ള അനുഭവമാണ്. അത്രക്ക് ആണ് നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇപ്പോൾ ശരവണൻ്റെ കേസ് പെട്ടത്, ശരവണൻ്റെ കേസ് എന്താണ്? അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനകാരന് ഒരു ട്രിവാൻഡ്രത്താണ്. ഒരു അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് വേറെ ഒരു താലൂക്കിലേക്ക് മാറ്റാൻ പോകുന്നു എന്നും പറഞ്ഞ് രജിസ്റ്റർ ഓഫീസ് മാറ്റാൻ പോകുന്നു. വേറെ ഒരു പഞ്ചായത്ത്, താലൂക്കല്ല പഞ്ചായത്തിലേക്ക്, വേറെ ഒരു പഞ്ചായത്തിലേക്ക് ഗവൺമെൻറ് ഹൈക്കോടതി ഇടപെട്ട് മാറ്റാൻ പോകുന്നു എന്നും പറഞ്ഞ് അതിൻ്റെ പേരിൽ വലിയ പീപ്പിൾസ് ക്യാമ്പയിൻ ഉണ്ടായി, ജനകീയമായ ഒരു മുന്നേറ്റവും ഉണ്ടായി. പക്ഷേ ഹൈക്കോടതി വിധിയായത് കാരണം മുന്നേറ്റത്തിൽ പങ്കെടുത്ത ആൾക്കാരെല്ലാം പ്രതികളായി, എല്ലാവരും പ്രതികളായി. ഈ പ്രതികളായി കഴിഞ്ഞാൽ അതെല്ലാം ക്രിമിനലായിട്ടാണ് പോണത്, സിവിലല്ലല്ലോ, ക്രിമിനലാണ്. അപ്പോൾ ഗവൺമെൻറ് വാദിയും ഇവരെല്ലാം പ്രതികളുമാണ്. ഇപ്പോൾ വാദികൾക്ക് 5 വീതം മുടക്കേണ്ട കാര്യമില്ല, ഇവർ പ്രതികളാണ്. ഇവർക്ക് വല്ല പാസ്പോർട്ടും കിട്ടുക, വല്ല കാലത്തും രക്ഷപ്പെടാപ്പെട്ട് പോകാൻ പറ്റുക, അന്വേഷണം വരുമ്പോഴൊക്കെ എല്ലാം കുരുങ്ങി നാട്ടിൽ തന്നെ കിടക്കുകയാണ്. ഇതിങ്ങനെ ഒരു കേസല്ല, അങ്ങനെ 9 കൊല്ലം പഴക്കമുള്ള കേസുണ്ട്. അതുപോലെ തന്നെ 3 കൊല്ലം പഴക്കമുള്ള കേസെല്ലാം വ്യത്യസ്തമായ കേസുകളാണ് ഉള്ളത്. 3 കൊല്ലം പഴക്കമുള്ള കേസ് ആ നാട്ടിൽ തന്നെയുള്ള ഒരു ക്ഷേത്രസമിതിയുമായിട്ടുള്ള കേസാണ്. 9 കൊല്ലം പഴക്കമുള്ള കേസെന്ന് പറയുന്നത് ഒരു സ്ഥലം വാങ്ങിക്കാൻ പുള്ളിക്കാരൻ ഒരു സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ ആ സ്ഥലം നേരത്തെ കണ്ടുവെച്ചെന്നൊരു വാങ്ങിക്കാൻ ആഗ്രഹിച്ച ആൾക്കാരുണ്ടായിരുന്നു. ഒരു കാര്യം പണപ്പൊക്കണ്ടില്ലേ, നമ്മളുമൊക്കെ സ്ഥലം മേടിക്കണതാണ്, നമുക്കൊരു പ്രശ്നവുമില്ല. ചില ആൾക്കാർക്ക് ഇങ്ങനെ പുറകെ നടന്ന് പ്രശ്നങ്ങളിങ്ങനെ പുറകെ നടക്കും. അങ്ങനെ ഒരാളാണ് ശരവണൻ. ഇവർ ആ വാങ്ങിച്ച സ്ഥലത്ത് താമസിക്കാൻ ചെന്നപ്പോഴെന്താണ്, ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിച്ചു പോയ ആൾക്കാർ ഇവരുമായിട്ട് ബോൾത്തായി, അടിപിടിയായി, അതും കേസായി 9 കൊല്ലം. അപ്പോൾ 14 കൊല്ലത്തെ കേസ്, 9 കൊല്ലത്തെ കേസ്, 3 കൊല്ലത്തെ കേസുകൾ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശരവണത് പറയുന്നുണ്ട്, ജഡ്ജി വരുമ്പോൾ APP വരത്തില്ല, APP വരുമ്പോൾ വക്കീൽ വരത്തില്ല, വക്കീൽ വരുമ്പോൾ സാക്ഷിയായ പോലീസ് വരത്തില്ല. ഞാനും എൻ്റെ 2-3 കേസുള്ളതിന് ഞാനും കോടതി അനുഭവിക്കുന്ന പ്രശ്നമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായ കേസ്. ഞാനൊരു അർത്തിങ്കൽ പഞ്ചായത്ത് വേണമെന്നും പറഞ്ഞ് അവിടെ കളക്ടറിൻ്റെ വാദിക്ക് സമരം ചെയ്ത് കടൽ കയറിയപ്പോൾ ഈ നേരെ പടിഞ്ഞാറ് കാട്ടൂർ റോഡ് ഉപരോധം സമരത്തിൽ പങ്കെടുത്ത് എല്ലാം കേസായി. സാമൂഹ്യ പ്രശ്നങ്ങളാണ്, സാമൂഹ്യ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന കേസുകളാണ്. പക്ഷേ നമ്മൾ കോടതി ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നം അതാണ്. കാര്യം എന്താണ്, APP വരേണ്ട സമയത്ത് ജഡ്ജി വരത്തില്ല, ജഡ്ജി ഉള്ളപ്പോൾ സാക്ഷിയായിട്ടുള്ള പോലീസ് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് മാറ്റി വെക്കും. 14 കൊല്ലം കേസ് മാറ്റി വെച്ചിരിക്കുകയാണ്.
14 കൊല്ലം കേസ് മാറ്റി വെച്ചപ്പോൾ എത്രയോ രൂപ വക്കീലിന് കൊടുക്കേണ്ടി വരും, എത്രയോ രൂപ വക്കീലിന് കൊടുക്കേണ്ടി വരും. എത്രയോ നമ്മുടെ ജോലികളിൽ ഒരു ആഴ്ചയിൽ, ഒരു മാസം, ഒരു ദിവസം വെച്ച് എത്രയോ വർക്കിംഗ് ഡേയ്സ് നഷ്ടപ്പെടും. എത്രയോ സാമ്പത്തിക ബാധ്യതയും ഭാരവും ഉണ്ടാകും ഇതുപോലെ. അപ്പോൾ ഇതെല്ലാം അതാ മനുഷ്യൻ കുരുങ്ങി മടുത്ത് കഴിഞ്ഞപ്പോൾ അവസാനമാണ് ഈ നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്കെല്ലാം കിട്ടണത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി നടന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ മനസ്സിലായി, ഈ സഞ്ചാരി മാതാവ് എങ്ങനെ ജഡ്ജിയോട് വന്ന് നേരിട്ട് സംസാരിക്കണമെങ്കിൽ എൻ്റെ പ്രശ്നം തീരും. പ്രശ്നമാണ് ഒരു മനുഷ്യൻ ഇവിടെ വരുമ്പോൾ ചില ആൾക്കാർ ഇവിടെ വന്ന് കറങ്ങിത്തിരിഞ്ഞ് നോക്കിയെന്ന് വെച്ചാൽ പറയും, അവിടെ കച്ചവടം ഇവിടെ കച്ചവടം എടുത്തിട്ട് ബിസിനസ് സെൻറ്റർ പോലെ തോന്നാറില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളാണിവിടെ കുർബാനപ്പണം പോലും എഴുതി വെച്ചിട്ടില്ല, കുർബാനപ്പണം മെഡിക്കൽ സ്ഥലമൊന്നും പോലും എഴുതി വെച്ചിട്ടില്ല. എന്നാലും ചിലർക്ക് ആ കണ്ണോടുകൂടി കാണുന്നവർക്ക് അങ്ങനെ തോന്നും. പക്ഷേ ശരവണന് മനസ്സിലായത് ഈ സഞ്ചാരി മാതാവ് എങ്ങാനും ജഡ്ജിയോട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രശ്നം തീരുമെന്ന്. അത് പറഞ്ഞാണ് അദ്ദേഹം ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തിട്ട് ഈ മനുഷ്യൻ ഈ വിഷയത്തിൽ തന്നെ അമ്മയെ ജഡ്ജിയെ കാണണം, APPയെ കാണണം, അതുപോലെ തന്നെ വക്കീലിനെ കാണണം. ഇവരെല്ലാം കൂടി ഒരുമിച്ച് വന്ന് എൻ്റെ കേസ് തള്ളിപ്പോണം, അമ്മ തന്നെ കോടതി വരണം. ഇത് നമ്മൾ പറയുമ്പോൾ വളരെ നമുക്ക് ആ മനുഷ്യൻ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ചങ്കെക്കൊണ്ടുള്ള ഒരു ഏർപ്പാടാണെന്ന്. ചില ആൾക്കാർക്ക് ഉടമ്പടി ചുണ്ടേക്കൊണ്ടുള്ള ഏർപ്പാടാണ്. എന്തോ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് അവരാ പടം മടക്കി വെക്കും. അത്രേ ചെയ്യത്തുള്ളൂ ഉടമ്പടിയിൽ. രാവിലെ എഴുന്നേറ്റ് നീലത്തിരി കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയും. പ്രാർത്ഥന ചൊല്ലിയ അവരെ അതുകൂടെ പോസ്റ്റ് ചെയ്യും. അതാണ് ചുണ്ടേക്കൊണ്ട് ചെല്ലണത്. ഈ ജന്മം ഉടമ്പടി എടുത്താൽ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. കാര്യം എന്താണ്? ഉടമ്പടിയുടെ കാമ്പിലേക്ക് പോകുന്നില്ല. ആ ചുണ്ടുകൊണ്ടുള്ളൊരു വ്യാപാരം കൊണ്ട് ചാപ്റ്റർ ക്ലോസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് ശരവണൻ ചുണ്ടക്കൊള്ളുകയല്ല, ചങ്കക്കൊള്ളുകയാണ്. അമ്മ ഓഫീസിൽ വരുമെന്നും ജഡ്ജിയെ കാണുമെന്നും ആ മനുഷ്യൻ വിശ്വസിക്കുക മാത്രമല്ല അമ്മയോട് പറയുകയും ചെയ്യും, അമ്മ വരണം, അമ്മ വന്നില്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല, അമ്മ വന്നില്ലെങ്കിൽ. പക്ഷേ അമ്മ വന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലനിൽപ്പില്ലെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി അമ്മയോട് വളരെ മാതൃത്വപരമായിട്ട് ആ ഒരു മൈൻഡ് സെറ്റോടു കൂടി നമ്മളെ വിശ്വസിച്ച് അമ്മയോട് നമ്മുടെ ജീവിതം ഏൽപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ഈ ശരവണൻ്റെ കോടതിയിൽ മാതാവ് ചെല്ലും. ഒരു കേസല്ല, ആ 14 കൊല്ലമുള്ള കേസും 9 കൊല്ലമുള്ള കേസും 3 കൊല്ലമുള്ള കേസും എത്രയും പെട്ടെന്ന് കോൾ ഫോർ ചെയ്ത് തീർപ്പാക്കിയിട്ട് മൊത്തം പിരിച്ചുവിട്ട് ഈ മനുഷ്യൻ ഫ്രീ ആകും. കൈയിട്ടിച്ച് കർത്താൻ സമയബന്ധിതമായി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് ഞങ്ങളെ സാക്ഷികളായി ഉയർത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 അങ്ങേക്ക് ആരാധന, 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 അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ആദ്യം ചിന്തിച്ചത് ഒരു കേസ് 14 കൊല്ലത്തെ കേസ് മാറിയത്. അങ്ങനെയല്ല, വിതിൻ നോ ടൈം, ഷോർട്ട് ടൈമിലാണ്. സമയച്ചുരുക്കം ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമ്മതുകളൊന്നാണ് സമയച്ചുരുക്കം. ഈ സമയച്ചുരുക്കം 14 കൊല്ലത്തെ വിഷയം, 9 കൊല്ലത്തെ വിഷയം, 3 കൊല്ലത്തെ വിഷയം പല പല കോടതിയിലാണ്. അപ്പം എല്ലാ കോടതി, അതായത് 3ാമത്തെ കേസ് ചെയ്യുമ്പോൾ ഇവനിങ്ങനെ ഉടമ്പടി കാശുരൂപ ഇങ്ങനെ മുത്തിക്കൊണ്ട് ആണ് പ്രാർത്ഥിക്കണത്, പ്രത്യക്ഷീകരണ പ്രാർത്ഥിച്ചാലണത്. എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. കാര്യം SA ആണ് വിളിപ്പിച്ചിരിക്കുന്നത്. SA വിളിപ്പിച്ചിരിക്കുമ്പോൾ കേസ് കൊടുത്ത ആൾക്കാരുടെ പക്ഷത്ത് SA നിൽക്കരുത്. അമ്മ SAയോട് പറയണം, അവരെ
എനിക്ക് അവർക്ക് സംസാരിക്കാൻ അമ്മ ഒരു അവസരം കൊടുക്കരുത്, അവർ ചോദിക്കുക മാത്രമേ ചെയ്യാവൂ. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഫിറ്റ് ചെയ്യണമെന്നറിയാവോ? അതായത് ചോദിച്ചു വരുമ്പോൾ ആരെങ്കിലും നുണ പറയും, പിന്നെ അതിനെ ഉറപ്പിക്കാൻ വേണ്ടി അവർ വേറെ നുണ പറയും, പിന്നെ ഇത് ഇവിടെ ചെന്ന് എത്താൻ വരും. പക്ഷേ എന്നാ പറ്റിയണത്? ഈ ശരവണം പറഞ്ഞ പോലെ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരെ കൊണ്ട് സംസാരിപ്പിക്കത്തില്ലെന്ന്. എന്നിട്ട് ഈ മനുഷ്യൻ ഈ ഉടമ്പടി കാശിലും മുത്തിക്കൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരിക്കും അവിടെ നിന്നുണ്ട്. വിശ്വാസം പ്രയോഗിക്കുന്നതാണ് പ്രശ്നം. നമുക്കറിയാം വിശ്വാസത്തെ പ്രയോഗിക്കുന്ന രീതികൾ, അതിൻ്റെ അകത്ത് നമ്മുടെ സിൻസിയറിറ്റി വേണം. വിശ്വാസ പ്രയോഗത്തിൽ നമ്മുടെ സിൻസിയറിറ്റി, നമുക്ക് ഇതിനകത്ത് വരുന്നത് നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആത്മാർത്ഥത. നിങ്ങൾക്കൊരു പലർക്കും പറ്റുന്ന ഒരു അബദ്ധം അംബിഗസ് ആയിട്ടാണ് ഇത് പറയണത്. ഒക്കുമായിരിക്കും അല്ലേ? ഒക്കുമായിരിക്കും, ഒക്കണം, ഒത്തില്ല പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അവർ കുറച്ച് ആശങ്കകളും കുറച്ച് സമർപ്പണവും എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞാണ് പോണത്. അങ്ങനെ ഈ മനുഷ്യനെ അങ്ങനെയല്ല, ഇത് പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിക്കുകയാണ്. വിശ്വസിച്ചിട്ട് അമ്മയോട് സംസാരിക്കുകയാണ്. അതൊരു ഇൻറ്റിമസിയുടെ ലെവലിലേക്ക് അത് കാര്യങ്ങൾ മാറും. അപ്പോൾ പറയും, ഞാൻ എസ്ഐയോട് സംസാരിക്കും, മറ്റുള്ളവരെ നിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവർ മൂന്ന് വഴിക്ക് പോകണമെന്നൊക്കെ കാണാം എന്നൊക്കെ ശരവണൻ സാക്ഷ്യത്തെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംഭവിക്കും. എന്നുവെച്ചാൽ നമ്മൾ ദൈവമായിട്ട് സിൻസിയറായിട്ട് ഒരു ഇൻറ്റിമസി ആയാൽ, അതിന് ശരവണൻ പറഞ്ഞ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ കള്ളമില്ലെങ്കിൽ, കേസിൽ കള്ളമില്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. മനസ്സിലായി? അതാണ് പറയണത്. എന്തെങ്കിലും കള്ളക്കേസ് കൊടുത്തിട്ട് സഞ്ചാരി മാതാവ് കോടതി അവനെന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും പണിയായിരിക്കും. അങ്ങനെയല്ല, നമ്മുടെ ഉള്ളിൽ കള്ളമില്ല. ശരവണൻ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ കള്ളമില്ലെങ്കിൽ, നമ്മൾ കൊടുത്തിരിക്കുന്ന സത്യത്തിൻ്റെ ഭാഗത്താണ് നമ്മളെങ്കിൽ, ഉടമ്പടിയിൽ ദൈവം നമ്മുടെ കൂടെ കേസിൻ്റെ കൂടെ വരും. അതുകൊണ്ട് ആ സാക്ഷ്യം അവസാനിക്കുന്നത്, ഞാൻ നിത്യവും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുമെന്നാണ്. കൈയിട്ടിച്ച് കർത്താവ് ഓരോരുത്തരെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ പ്രസൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസൻസ് സംഭവിക്കണത്? സാന്നിധ്യം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? സാന്നിധ്യം നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ, നമ്മൾ വേദനപ്പെട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രകടമാകണത്? അതിൻ്റെ കാരണം അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമായത് കൊണ്ടാണ്. ഉടമ്പടി എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയ പ്രാർത്ഥനയാണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ പ്രാർത്ഥനയാണ്. വാഗ്ദാനം എന്താണ്? വാഗ്ദാനം തന്നെ എത്രയോ പ്രാവശ്യം വാഗ്ദാനത്തിലുണ്ട്. ഐ വിൽ കം വിത്ത് യു എന്ന്. ഇപ്പോൾ ഐസയായുടെ വാഗ്ദാനം എന്താ? ഐസയായുടെ തിരുവചനങ്ങൾ 41:10. ശ്രദ്ധിക്കട്ടെ. ഐസയ 41:10. ഭയപ്പെടേണ്ട, ഏറ്റു പറഞ്ഞ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഒന്ന് പറഞ്ഞേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. നെക്സ്റ്റ് വേഴ്സിക്കൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവം.
കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ മകനേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഐശയ്യാ 41:10. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം. നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യാം. എന്റെ വിജയകരമായ വലതുകരത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്താം. ഇതിൻ്റെ അകത്ത് കുറേ വാഗ്ദാനങ്ങളുണ്ട്. ഈ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം വെറുതെ ഒരു കേവലമായ ഇന്നാക്റ്റീവ് പ്രസൻസ് അല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അതായത് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ സംഭ്രമിക്കേണ്ട. ഇപ്പം എന്തൊരു സംഭ്രമമാണ്. കേസിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന, ശരവണയും 3 കേസല്ലേ ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവിക സംഭ്രമം ഉണ്ടാകും. പല ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതികൂലമായ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം നമുക്കുണ്ടാക്കുന്ന സംഭ്രമമാണ്. ഈ സംഭ്രമത്തിന് ഉണ്ടാകുന്ന ഒരു ഒറ്റമൂലി തന്നെയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ആ ഉടമ്പടിയിൽ ആ സംഭ്രമം എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? ദൈവം തൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ഉടമ്പടി എന്തുമാത്രം പ്രസൻസാണ് പറയണത്. പ്രസൻസ് വ്യത്യസ്തമായ മേഖലകളിലൊക്കെ പ്രസൻസ് പറയണില്ലേ, അത് ദൈവസാന്നിധ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചില പറയല്ലേ, ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്കൊരു ധൈര്യമായി. എന്താ ഉടമ്പടി എടുത്തപ്പോൾ ധൈര്യമായത്? ഇനി ദൈവം നോക്കിക്കൊള്ളുമെന്ന്. എൻ്റെ കാര്യം എന്ത് വിഷയമായാലും ഇനി ദൈവം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ആൾക്കാരെ, ഉടമ്പടി എടുക്കുന്നവർ വളരെ കൃത്യമായിട്ടാണ് ആ സംഭവം എടുക്കുന്നത്. എടുത്തിട്ട് അവർ ദൈവത്തെ കൂടെ നിർത്താൻ പറ്റുന്ന, ഇപ്പം നമ്മൾ ദൈവം കൂടെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ വിശുദ്ധി പാലിക്കണമെന്ന് പറയുന്നത്. അതാണ് പ്രശ്നം. നമ്മൾ എന്തുകൊണ്ടാണ് വിശുദ്ധി പാലിക്കണമെന്ന് പറയുന്നത്? കരിസ്മാറ്റിക് ധ്യാനത്തിലുള്ള വിശുദ്ധി പാലിക്കണമെന്ന് പറയുന്ന ഉദ്ദേശത്തിലല്ല ഉടമ്പടി പറയണത്. ഉടമ്പടിയുടെ വാഗ്ദാനത്തിൻ്റെ ബേസിലാണ് വിശുദ്ധി പാലിക്കാൻ പറയണത്. വാഗ്ദാനം എന്താണ്? വാഗ്ദാനം ഇപ്പോൾ 17:1 നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം. എന്താണ്? നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, പിന്നെ വിശുദ്ധിയിൽ വ്യാപരിക്കണം. ഇപ്പോൾ ദൈവം ഇപ്പം മോശസിനോടും പറയണതും എബ്രഹാത്തിനോടും പറയണതും പ്രസൻസിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ ഉടമ്പടി എടുക്കുമ്പോൾ മറ്റേത് പ്രാർത്ഥന എടുത്താലും ഈ പ്രസൻസ് അതിൻ്റെ അകത്ത് വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങൾ പറയത്തില്ല, പ്രമാണത്തിൽ അച്ഛാ വീട് വെക്കാൻ പറ്റണില്ല, അച്ഛാ ഇത് വിൽക്കാൻ പറ്റണില്ല, ഈ സ്ഥലം ഇച്ചിരി പറയാം, അച്ഛാ ഈ സ്ഥലം വിൽക്കാൻ പറ്റണില്ല. എന്താണ് കാരണം? അതിൻ്റെ വഴി പ്രമാണത്തിൽ വിളിച്ച് പറഞ്ഞിട്ടില്ലെന്ന്. അതാണ് പ്രശ്നം. ഉടമ്പടി എന്ന് പറയുമ്പോൾ ഉടമ്പടിയിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. എന്താണ്? പ്രസൻസ്. അപ്പം ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, പ്രസൻസ് നിങ്ങൾക്കറിയാമല്ലോ. അതായത് മോസസ് മരിക്കാൻ പോകുന്ന ഒരു സമയമുണ്ട്. മോസസ് ഉടമ്പടിയുടെ ഏറ്റവും ശക്തരായ പ്രവാചകന്മാരിൽ ഒരാളാണ് മോസസ്. മോസസ് ഒരു ജനതയെ മരുഭൂമിയിൽ എങ്ങും എത്താതെ നിൽക്കുകയാണ്. വാഗ്ദാന നാട്ടിലെത്തിയിട്ടില്ല, ജോർദാൻ പോലും കടന്നിട്ടില്ല. ആ സമയത്ത് വെച്ച് മൊവാബിൽ വെച്ച് മോസസ് മരിക്കാനാകുമ്പോൾ ജോഷുവാനെ വിളിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ജോഷുവയുടെ സ്തുതിയുടെ മക്കളെ നിയമാവർത്തനം 31:3 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
നിയമാവർത്തനം 31:3. നിയമാവർത്തനം 31:3. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ, ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുൻപേ പോകും. നിങ്ങൾക്ക് മുൻപേ പോകും. അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ യോശുവ നിങ്ങളെ നയിക്കും. അതായത് മോസസ് കാലയവനികയ്ക്കുള്ളിലേക്ക് പിരിയുകയാണ്. ഇത്രയും നാൾ അവർക്ക് വെളിച്ചവും തീത്തൂണുമായി ദൈവം തന്നെ മേഘസ്തംഭവും തീത്തൂണുമായിട്ടൊക്കെ നയിച്ചത് ഈ മോസസിൻ്റെ മധ്യസ്ഥ ശക്തിയിലാണ്. ആ മോസസ് എന്ന് പറയുന്ന മഹാപ്രകാശമാണ് ഇസ്രായേലിൻ്റെ മുമ്പിൽ അണഞ്ഞു പോകുന്നത്. അണഞ്ഞു പോകുമ്പോൾ മോസസ് കൊടുക്കുന്നൊരു പ്രത്യാശയാണ്. എപ്പോഴും നമ്മൾ വിചാരിക്കണം, അത് ഈ പ്രസൻസാണ്. നമ്മുടെ ജീവിതത്തിലുമൊക്കെ ആരെയും പ്രസക്തമല്ലാത്ത രീതിയിലാണ് ദൈവം ഈ ഭൂമിയിലെ ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ആരെയും ആശ്രയിച്ചല്ല ഈ ഭൂമിയിൽ ജീവിതം, ഭർത്താവിനെ ആശ്രയിച്ചല്ല ഭാര്യയെ ഈ ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭാര്യയെ ആശ്രയിച്ചുമല്ല ഭർത്താവിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മക്കളെ ആശ്രയിച്ചല്ല മാതാപിതാക്കന്മാരെ ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാതാപിതാക്കന്മാരെ ആശ്രയിച്ചല്ല മക്കളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ആ പാഠം നമ്മൾ പഠിക്കാത്ത കൊണ്ടാണ് ആരെങ്കിലും ഒരാൾക്ക് രോഗം വന്നു, അയ്യോ ഞാനെന്ത് ചെയ്യുവേ, ഈ അതിയായി എങ്ങാനും അസുഖം വന്നാൽ പിന്നെ വീട്ടിലെങ്ങനെ കഞ്ഞി വെക്കുമെന്ന് പറഞ്ഞ് കാറി നിലവിളിച്ച് അതിയാന് രോഗം വന്ന് മരിക്കണമെന്ന് ആത്മഹത്യ നമ്മുടെ ഭാര്യമാരില്ലേ. അതാണ് പ്രശ്നം. അത് പ്രശ്നമാണ്. ജീവിതം എന്ന് പറഞ്ഞ ഒരു നിലപാടാണ്. വിശ്വാസി എന്ന് പറയണത് വേറൊരു വിഷയമാണ്. ഇപ്പം എന്താ, മോസസ് മരിക്കാൻ പോവുകയാണ്. മോസസ് ഇന്ന് വരെ ദൈവത്തോട് സംസാരിച്ച മനുഷ്യൻ, ഈ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാണ്ടാകാൻ പോവുകയാണ്. ഭൗതികമായിട്ട് ആ മനുഷ്യനില്ല, നാളെ ആ മനുഷ്യനില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഒരു ജനതയെ ഇരുട്ടിൽ നിർത്തി മരുഭൂമിയിൽ ആടുകൾക്ക് തുല്യം അലയാൻ വിട്ടിട്ട് ഒരാൾ കാവനെയും യുവനയ്ക്കുള്ളിൽ പോകുമ്പോൾ കൊടുക്കുന്ന അഷുറൻസ് എന്താണ്? ഈ പ്രസൻസിനെ കുറിച്ചാണ്. 31:8 വരെ വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. നിയമാവർത്തനം 31:6. ശക്തരും ധീരരുമായിരിക്കുവിൻ. പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുവിൻ. ഭയപ്പെടേണ്ട. അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. എൻ്റെ മക്കളെ, ഇതെന്ന് വെച്ചാൽ ശക്തനായിരിക്കുക, ശക്തയായിരിക്കുക, ധീരനായിരിക്കുക, ധീരയായിരിക്കുക, പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണത് എന്ത് ഗ്യാരണ്ടിയിലാണ്? പ്രസൻസിൻ്റെ ഗ്യാരണ്ടിയിലാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വാഗ്ദാനത്തിലാണ്. എൻ്റെ ദൈവഭക്തരെ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ നീ വിശ്വസിക്കേണ്ടത് നിൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. നീ ശ്രദ്ധിക്കുക, നിൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ ഇന്നും ഒരു അവിശ്വാസിയെ തുടരുക എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളിലെ സംഭ്രമിപ്പിക്കേണ്ട സാഹചര്യങ്ങളിലെ നിന്റെ ദൈവിക വാഗ്ദാന പ്രകാരം എൻ്റെ സാന്നിധ്യം എനിക്ക് മുമ്പേ പോകുന്നു എന്നുള്ള ശാശ്വതമായ വാഗ്ദാനത്തെ ഞാൻ അനുസ്മരിക്കുകയും പ്രഖ്യാപിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളി